നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചിട്ടാണ്. നമ്മളായിരിക്കുന്ന ഒരു ലോകമുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ഇരുട്ടിൻ്റെ ലോകവും ദൈവിക ശക്തിയുടെ ലോകവുമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഇരുട്ടിൻ്റെ ലോകത്തെക്കുറിച്ച് ഒന്നും കൂടെ കൂടുതൽ അറിയാമെന്ന് വേണം പറയാൻ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചില ബോധങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് തരാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാനൊരു പുതിയ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, സ്പിരിച്വൽ വേൾഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞത് 95 സെപ്റ്റംബറിലാണ്. എനിക്ക് തോന്നുന്നു 30 വർഷമാവും ഈ അടുത്ത വർഷം സെപ്റ്റംബർ ആകുമ്പോൾ. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ പല പ്രാവശ്യം ദൈവിക അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, പല വിസിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പല സന്ദർശനങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ദൈവിക സന്ദർശനം അനുഭവിച്ച എനിക്ക് തോന്നുന്നു 9 മാസങ്ങളാണിത്. കഴിഞ്ഞ ജൂൺ മുതൽ ഈ മാസം വരെ എനിക്ക് തോന്നുന്നു മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സന്ദർശനം ഉണ്ടാകും. എനിക്ക് ഈ സന്ദർശനങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നത് ഓരോ മിനിസ്ട്രിയുടെ പ്രതലങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് ഓരോ സന്ദർശനങ്ങളും എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായത് ഓരോ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാകുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും സോളിയോടും എനിക്ക് എല്ലാവരോടും പറയാൻ ആ കാര്യത്തിൽ പ്രേരണയില്ല. കർത്താവിനോട് അങ്ങനെ പറഞ്ഞില്ല. എന്തെങ്കിലും കർത്താവ് അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം. സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് എനിക്ക് ആഴമേറിയ പല കാര്യങ്ങളും ഇന്നറിയാം. എനിക്ക് തോന്നുന്നു കർത്താവ് എന്നെ ആ മേഖലയിലെ ഒരു ഡീപ്പറായ കാര്യം പഠിപ്പിക്കുവാനായി തുടങ്ങി. ഐ എം സോ ഹാപ്പി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മീയ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തേക്ക് നൂലാറ് ചിന്തകൾ വരാം. അതിലൊരു ചിന്ത പറയാം.
നമ്മളായിരിക്കുന്നത് ഈ ലോകത്തിലാണ്. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ വേറെ 2 ലോകങ്ങൾ കൂടെ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പൈശാചിക ലോകവും, 2 ദൈവിക ലോകവും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് പൈശാചിക ലോകവും ദൈവിക ലോകവും. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, പൈശാചിക ലോകവും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ദൈവിക ലോകത്തെ കൂടെ കൂടുതൽ നമുക്ക് പൈശാചിക ലോകത്തെക്കുറിച്ച് അറിയാമെന്നാണ് സത്യത്തിൽ ശരി. നമ്മൾ സമ്മതിക്കത്തില്ലായിരിക്കാം, പക്ഷേ ശരിക്കും ശരി പറഞ്ഞാൽ ആത്മീയ ലോകത്തേക്കാൾ കൂടുതൽ നമുക്ക് എന്തറിയാം? പൈശാചിക കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഒരു ഉദാഹരണം പറയാം. നമുക്ക് മന്ത്രവാദമുണ്ടെന്നറിയാം. ഇന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അഞ്ചൽ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ മന്ത്രവാദത്തോട് ബന്ധിക്കപ്പെട്ടുണ്ടായ രോഗങ്ങളായിരുന്നു എന്നെ കർത്താവ് കാണിച്ചു തന്നത്. എനിക്കൊരു ചേച്ചി കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ബ്ലീഡിംഗ് ആണ് രോഗം. അവർ പറഞ്ഞു യെസ്. ഞാൻ പറഞ്ഞു, ആ രോഗം ഉണ്ടാക്കിയ ഒരു ദുരാത്മാവ്, അതിനോട് പുറത്തു വരാൻ പറഞ്ഞു. ആ ദുരാത്മാവ് പുറത്തു വന്നു. എനിക്ക് വിശ്വാസം ആ ചേച്ചിയെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയതാണ്. നമുക്ക് ഇരുട്ടിൻ്റെ ലോകത്തെക്കുറിച്ച് കുറേ അറിയാം. മന്ത്രവാദം അറിയാം, മന്ത്രവാദം ഫലിക്കുമെന്നറിയാം. മന്ത്രവാദം ഫലിക്കുമോ? നിങ്ങൾ ആരും വിചാരിക്കരുത് ഫലിക്കത്തില്ലെന്ന്. മന്ത്രവാദം ഫലിക്കുമെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഫലിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളതിനെ കൈയടിച്ചില്ല. മന്ത്രവാദം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മന്ത്രവാദം ഉണ്ട്. മന്ത്രവാദം മാത്രമാണ്, മന്ത്രവാദമുണ്ട്, ദുർമന്ത്രവാദങ്ങളുണ്ട്, നേർച്ചകളുണ്ട്, ആഭിചാരങ്ങളുണ്ട്. അതെല്ലാം ശക്തികളാണ്. അങ്ങനെ ഒരു ലോകമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രവാദികൾ ചെയ്യുന്നത്. അത് വിശ്വസിക്കുന്ന നോക്ക, അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ആ കാര്യം യാഥാർത്ഥ്യമാണ്. ഞാൻ വിശ്വാസത്തിൽ വരുന്നേക്കാൾ മുമ്പ് എൻ്റെ പപ്പ, എൻ്റെ മമ്മി മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. മന്ത്രവാദത്തിന് ഞാൻ പോയിട്ടുള്ളത് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. യൂട്യൂബിൽ കേൾക്കുന്ന ആളുകൾക്കും ആ സ്ഥലം അറിയാം. വിളയോടി എന്ന് പറയുന്ന സ്ഥലം, അത് കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രവാദം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന് വിളയോടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ സ്ഥലത്ത് ഞാൻ ഒരു പൂജാരിയുടെ അടുക്കൽ ചെന്നു, ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ എനിക്ക് പപ്പ പറഞ്ഞു വിട്ട, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു വിട്ട പരിചയമുള്ളൂ. അവിടെ ചെന്നൊരു സാധനം മേടിച്ചുകൊണ്ട് പോകാനാണ് താൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ സാധനം മേടിച്ചുകൊണ്ട് പോകാൻ മേടിച്ചെന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പൂജാരിയോട് സംസാരിക്കാൻ തോന്നി, അല്ലെങ്കിൽ ആ മന്ത്രവാദിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി, അന്ന് ഞാൻ തൃശ്ശിനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബിസിനസ് ആവശ്യമായിട്ട് പോവുക. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം, എൻ്റെ റൂമിൽ വന്നിട്ട് വാതിൽ മുട്ടാമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ്. പുള്ളി പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. അന്ന് രാത്രി 12 മണിയായപ്പോൾ 7 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ തൃശ്ശിനാപ്പള്ളിയിലെ ഹോട്ടലിൽ ഞാൻ കിടക്കുക. 216 റൂം നമ്പർ ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്. കറക്റ്റ് സമയം പുള്ളി പറഞ്ഞ സമയത്ത് ആളിലും ഒരു വാതിൽ വന്നു മുട്ടി. പിന്നെ ഞാൻ ഉറങ്ങിയില്ല, എൻ്റെ ജീവൻ പോയി. പിന്നെ അതിനകത്ത് എങ്ങനെ കിടന്ന് കാണും നിങ്ങൾക്ക് ഊഹിച്ചൂടെ? എൻ്റെ ദൈവമേ, കള്ളു കുടിക്കുന്ന സമയം നേരെ പുറത്തിറങ്ങി ഫുൾ പോട്ടിൽ മേടിച്ച് അടിച്ച് ഫീലായി. എത്ര അടിച്ചിട്ടും തലയിൽ സാധനം കയറുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇറ്റ്സ് ട്രൂ. മന്ത്രവാദം ശരിക്കും ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കറിയാം ഈവിൾ വേൾഡ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് എല്ലാം പൈശാചിക ശക്തി ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമുക്കൊരു തകർച്ച വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അതുമെല്ലാം മന്ത്രവാദമാണോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാവോ, അത് മന്ത്രവാദമാണ്, അതൊരു ഇരുട്ടിൻ്റെ ആക്രമണമാണ് ചിന്തിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ലോകത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് എന്ന് ചിന്തിക്കാറില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ദൈവത്തിലേക്ക് നിലവിളിക്കും. അത് ദൈവം രക്ഷിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ അതേ ലോകം നമ്മളായിരിക്കുന്നത് സ്പിരിച്വൽ വേൾഡിലാണ്. സ്പിരിച്വൽ വേൾഡിൽ ആ മേഖലയിൽ എന്നെ സഹായിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, എന്നെ പരിപാലിക്കാൻ ഒരു കൂട്ടം ഏഞ്ചൽസ് ഉണ്ട്. നമ്മുടെ തലയിൽ ചിന്തിക്കത്തില്ല. അതിന് പകരം ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തെല്ലാം പിശാചിന് ചെയ്യാൻ പറ്റുമോ അതിനപ്പുറത്ത് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഏഞ്ചൽസിന്റെ വ്യൂഹം. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ആത്മീയ കാര്യം കൂടെ കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഇത്രയും നാളത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കൊളോസി ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുക, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇവയെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. പെട്ടെന്ന് സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണെ, ഞാൻ സൃഷ്ടിച്ചതാണ് സിംഹാസനങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് കർത്തൃത്വങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് അധികാരങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് വാഴ്ചകൾ. അതേപോലെ ഇപ്പുറത്തുകൊണ്ട് ഇരുട്ടിൻ്റെ ശക്തികൾ. ഈ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് പിശാചിനെയല്ല, ഏഞ്ചൽസിനെയാണ്. അവിടെ സിംഹാസനം നിങ്ങൾ വിളിക്കപ്പെടുന്നത്, സിംഹാസനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പൊസിഷനിൽ ആ സ്ഥലത്ത് ചില ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നുണ്ട്.
നമുക്ക് വാഴ്ചകൾ എന്ന് പറയുമ്പോൾ പിശാചിന്റെ വാഴ്ച മാത്രമേ അറിയാവൂ. പക്ഷേ ഈ ലോകത്തെ ഗൈഡ് ചെയ്യുന്ന, കാക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരെ ദൈവിക ദൂതന്മാരെന്ന് വിളിക്കുന്നത്. അവരെ നമുക്ക് പരിചയമില്ല. അപ്പൊ സിംഹാസനങ്ങൾ, എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. സിംഹാസനങ്ങൾ എന്ന് പറയുന്നത് എനിക്കിപ്പോ പറയുമ്പോഴും ആ പ്രസൻസ് ഈ ഹോളിൽ അറിയാം. വാഴുന്ന ദൈവദൂതന്മാർ, പട്ടണങ്ങളെ വാഴുന്ന, രാജ്യങ്ങളെ വാഴുന്ന. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ള ആ ഏഞ്ചൽസുമായി, ദൈവദൂതന്മാരുമായി നിനക്ക് ഞാൻ പരിചയം തരും. അതാ ഇന്നലെ എന്നോട് കർത്താവ് പറഞ്ഞു. എനിക്കപ്പോ അവരുമായി പരിചയമില്ല. റിയലി ഞാൻ ചിന്തിക്കും, ഇത്രയും വർഷമായി ഇതിനെ കുറിച്ചൊരു പരിചയമില്ല. നമുക്കറിയാം അന്ധകാര ശക്തികൾ ദേശത്ത് വാഴുന്നത് അറിയാം, അത് ഇന്നതാണെന്നറിയാം. പക്ഷെ അതിനോടൊപ്പം ദൈവം അപ്പോയിന്റ് ചെയ്ത ആളുകൾ അവിടെ ഉണ്ട്. We don't know that. അവരും കൂടെ ചേർന്ന് ഇവിടുത്തെ ആർമി വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾ കൈ അടിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ട കാര്യമാണെന്നാ ഞാൻ പറയുന്നത്. വെള്ളം ചേർക്കട്ടെ? കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ത് പറഞ്ഞ ഞാൻ ഈ പട്ടണം പിടിക്കും എന്ന് പറയുമ്പോൾ പട്ടണം പിടിക്കേണ്ടതിന് പട്ടണത്തെ നോക്കുന്ന ദൈവദൂതന്മാരുണ്ട്. അവരോട് ചേർന്നാണ് ഞാൻ ഈ പട്ടണത്തെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. പട്ടണത്തെ ഭരിക്കുന്ന ദുരാത്മാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ ശാസിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ എൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു ഏഞ്ചലസ് വ്യൂഹം ഉണ്ടെന്നുള്ള ബോധം നമ്മുടെ തലയിലില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഇരുട്ടിന് പകരം ഇപ്പുറത്ത് വെളിച്ചം നൽകുന്ന ദൈവദൂതന്മാർ, ദൈവശക്തി, അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ലോകത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം പറയുക, ഈ ലോകത്തെ തിരിച്ചറിഞ്ഞാൽ പൈശാചിക ലോകം നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് നീ തിരിച്ചറിയുക. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കറിയാം ഈ പൈശാചിക ലോകത്തെ കുറിച്ച് കുറച്ചൊക്കെ നമുക്കറിയാം. ഒരു ഉദാഹരണം നമുക്കറിയാം, ആളുകൾക്ക് നമ്മളെ ശപിക്കാൻ പറ്റും. ഡു യു ബിലീവ് ദാറ്റ്? ആ ശാപം ഏൽക്കുവോ? ഞാൻ വിശ്വസിക്കുന്നു ഏൽക്കുമെന്നാണ്. ചില ആളുകൾ പറയാം അവന് കരുനാക്കാണ്, പറഞ്ഞ പോലെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. നമ്മുടെ തലയിൽ വരത്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. നമ്മുടെ തലയിൽ എന്താ അത് വരുന്നത്? വേറെ ഒത്തും ശപിച്ചാൽ നമ്മുടെ തലയിൽ വരുവാണല്ല. ഞാൻ പറഞ്ഞത് അങ്ങനൊരു ലോകമുണ്ട്. പ്രാകാൻ പറ്റുമോ? മുടിഞ്ഞു പോകൂടാ നീ പറയാൻ പറ്റുമോ? പറഞ്ഞങ്ങനെ സംഭവിക്കുമോ? അത് അങ്ങനെ പ്രാകാനായി ആളുകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ലോകമുണ്ട്. നിങ്ങൾക്കറിയാം, ബിലയാമിനെ ദൈവം രാജാക്കന്മാർ വിളിച്ചു കൊണ്ടുവന്നത് മന്ത്രവാദം ചെയ്യാനല്ല, പ്രാകാനാ, ശപിക്കാനാ വിളിച്ചു കൊണ്ടുവന്നേ. ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യാനാ വിളിച്ചു കൊണ്ടുവന്നേ? ശപിക്കാനാ വിളിച്ചേ. എന്ന് പറഞ്ഞ ആ പ്രൊഫറ്റ് ശപിച്ചാൽ ആ ശാപം അവന്റെ തലയിൽ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. നിങ്ങൾ കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. പക്ഷേ ബിലയാം ഇവിടെ നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല, ഇപ്പുറത്തോട്ട് മാറി നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല, നേരെ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി ഇവിടെ നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല. ബിലയാം പറഞ്ഞു, അവരെ ശപിച്ചാൽ പറ്റത്തില്ല, കാരണം അവർ വേറൊരു ലോകത്തിലാണ്. ഒരു 5 പേര് വന്നേ, ഓടിവാ. നിങ്ങൾ വട്ടത്തിലെ തിരുവാതിര നിൽക്കുന്ന പോലെ, തിരുവാതിര കളിക്കുന്ന പോലെ നിന്നേ. വട്ടത്തിൽ നിൽക്കുക. ജോയിനമ്മൾ അവിടെ നിന്നാൽ മതി. ഞാൻ ജോയിനമ്മളെ വിളിക്കാം. നിങ്ങൾ വട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ അകന്ന് നിൽക്കുക. ജോയിനമ്മൾ അകത്ത് പോയിക്കേ. അവർ ലിസണിങ് ടു മീ. ഞാൻ കുറച്ച് നേരത്തേക്ക് ബിലയാമാകുക. എന്താകുക? ബിലയാമാകുക. ഞാൻ നിൽക്കുന്നത് ഇസ്രായേലാണ്. ആരാണത്? ഇസ്രായേലാ. ഞാൻ ഇസ്രായേലിനെ നോക്കി ശപിക്കുക. പക്ഷേ ശപിക്കുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി, ശാപം വരുന്നില്ല. നീ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ആണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഞാൻ വാഗ്ദത്ത സന്തതിയാണെന്ന് അറിയുന്നവർക്കായി സ്തോത്രം.
കൂടെ ഉണ്ടെങ്കിൽ ആരാധിക്കും. ഞാൻ വാഗ്ദത്ത സന്തതിയാ, ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ ജനിച്ചതാ. ഇത് വാഗ്ദത്ത സന്തതിയല്ല, എന്നിട്ടും അവൻ ആത്മലോകത്തിനകത്താണ്. ബിലയാമിന് ശപിക്കാൻ എഴുന്നേറ്റ് വന്ന് ശപിക്കുമ്പോ ബിലയാം പറയുക, ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനെ ഏൽക്കത്തില്ല. എന്തുകൊണ്ടേക്കത്തില്ല? ഈ ലോകത്തിന് ആ ലോകത്തിനൊരു കാര്യമില്ല. ഈ ലോകത്തിന് ആ ലോകത്തെ തൊടാൻ പറ്റത്തില്ല. It is higher than this world. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. ആ ലോകമാണ് മന്ത്രവാദികളെ പോലെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാവുന്നോ? ഈവിൾ വേൾഡിനെ പോലെ നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളൊന്ന് ചേർന്ന് വന്നേ. ഈ ലോകമാണ്, ഈ സ്പിരിച്വൽ വേൾഡാണ്, ഈ ലോകമാണ് മന്ത്രവാദികളെ പോലും. വേദവ്ദം പറയുന്ന അറിയോ? മോശ വെണ്ണീരെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, പരുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, വാക്യം വായിച്ചിട്ടുണ്ടോ? മന്ത്രവാദികളുടെ മേൽ പോലും പരുക്കളുണ്ടായി. That is the spiritual world. അതാണ് ആത്മലോകം. മന്ത്രവാദിക്ക് കയറി അങ്ങോട്ട് അടിക്കാൻ ഒക്കത്തില്ല, ഇതിന് കയറി ഇങ്ങോട്ട് അടിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് ചില മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ ഈ പകൽ ഇവിടെ വെളിപ്പെടുന്ന ആത്മലോകം തൊടുകയാണ്. തുള്ളി ചാടിയതിന് റിസീവ് ചെയ്താട്ടെ. Receive your. Thank you, Jesus. ആഭിചാര കർമ്മങ്ങൾക്ക് അങ്ങോട്ട് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്പിരിച്വൽ വേൾഡ് എവിടെങ്കിലും ഇറങ്ങിയാൽ, സ്പിരിച്വൽ വേൾഡ് എവിടെങ്കിലും വെളിപ്പെട്ടാൽ അത് അങ്ങോട്ട് ചെന്ന് അങ്ങ് ഫൈറ്റ് ചെയ്തോളും. ആ വേൾഡ് മുഴുവൻ എവിടെയാണോ വേൾഡ് മാനിഫെസ്റ്റഡ് ആകുന്നത്, അവിടെ ഒരു മന്ത്രശക്തിയും ഒരു തന്ത്രശക്തിയും ഒരു ദുഷ്ടാത്മാവും ഒരു പ്രവൃത്തിയും നിൽക്കത്തില്ല. ഞാനിത് പറയുമ്പോൾ ചില ദുശക്തികൾ വ്യക്തികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അതിന് വേര് പറയുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവശക്തി ആവരിക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവശക്തി ആവരിക്കുന്നു. നിന്നോട് വാദിക്കുന്ന ഇരുട്ടിന്റെ പ്രതലങ്ങൾ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, അത് വേര് പറയുന്നു. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആത്മലോകത്തിലായിരിക്കുന്ന, അതായത് ഇരുട്ടിൻ്റെ ലോകത്തിലും ദൈവശക്തിയുടെ ലോകത്തിലുമായിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മളെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഇല്ലാതാക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ദൂതന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ ഞാൻ കാണുന്നുവെങ്കിൽ ഞാൻ ഇരുട്ടിനെ പേടിക്കത്തില്ല, ബലത്തോടെ ഉറച്ചു നിൽക്കുവാനിടയാകും. നിങ്ങൾക്ക് ചുറ്റും കർത്താവാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. അവർ നിങ്ങൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ സഹായത്തിനായിട്ട്, നമ്മുടെ സഹായത്തിനായിട്ട് കർത്താവാക്കിയിരിക്കുന്നതാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് നമ്മൾ. ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ പ്രിവിലേജിലാണ് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ അമ്മയുടെ പേര് ലീലമ്മ എന്നാണ്. തൃപ്പൂണിത്തുറയെന്നാണ് വരുന്നത്. ഈ അമ്മയ്ക്ക് 6 മാസമായിട്ട് 2 കൈയുടെ തോളിന് വേദനയായിരുന്നു. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു, വേദനയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലെ മീറ്റിങ്ങിന് ബ്രദർ കയ്യിൽ തൊട്ട് തലോടിയിട്ട് പ്രാർത്ഥിച്ചു.
ആ വേദന മാറിപ്പോയെന്നാണ് അമ്മ പറയുന്നത്. ഇത് മിറക്കിൾ സൺഡേ നടന്നതാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി. ഒന്നും കൂടെ ചുണയായിട്ട് ഒരു ആമീൻ പറയാം. അമ്മയ്ക്ക് എത്ര നാളായിട്ട് തോളുവേദന ഉണ്ടായിരുന്നു അമ്മേ? 6 മാസമായിട്ട് വേദന ഉണ്ടായിരുന്നു. 5-6 നാൾ, കുറെ നാളുകളായപ്പോ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ തോളുവേദനയില്ല. 2 കൈക്കും ബ്രദർ തൊട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. അടിപൊളി. കർത്താവിനോട് നല്ല നല്ല ആമീൻ പറഞ്ഞ് സന്തോഷമായിട്ട്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് മോളി മാത്യു എന്നാണ്. മോളി എന്നാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. 2023 ഓഗസ്റ്റ് 20-ാം തീയതി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ഇന്നോവ കാറ് വന്ന് ഈ സഹോദരിയുടെ മേത്തിടിച്ചു. അതിന്റെ ഫലമായിട്ട് സഹോദരിയുടെ കാലിന് വേദനയും ശരീരത്തിന്റെ ഇടതുഭാഗത്ത് വേദനയും പ്രയാസവുമായിരുന്നു. ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളം പരിപൂർണമായ റെസ്റ്റിലുമായിരുന്നു. അപ്പോൾ എന്നാൽ കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ ബ്രദർ പ്രാർത്ഥിച്ചു, പൂർണ്ണമായും സൗഖ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇത് കഴിഞ്ഞ മിറക്കിൾ സൺഡേ നടന്നതാ. ചേച്ചിക്ക് എന്ന് നടന്നെന്ന് പറയാവോ? വണ്ടി ഇടിച്ചു ക്രോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എതിരെ വന്ന 2 കാർ ഒന്നിച്ച് വന്നിട്ട് ഓവർടേക്ക് കയറി എന്നെ ഇടിക്കുമായിരുന്നു ഇതിനോ. എന്നിട്ട് ഞാൻ തെറിച്ച് വീണു. കാറിന്റെ അടിയിലായിപ്പോയി മൊത്തം അവയങ്ങളും. ഒറ്റ ചവിട്ടിന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ആ ഡ്രൈവർ തന്നെ പറഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന്. അത്രയ്ക്കും വലിയ കാറിന്റെ അടിയിലായിരിക്കും മൊത്തം. അതാ അങ്ങനെ സംഭവിച്ചു. പിന്നെ സാഞ്ചോ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടർ 2 മാസം ചേച്ചി റെസ്റ്റ് ചെയ്തു. എന്നിട്ടും കാലിലും തോളിലും ഉള്ള വേദന പോയില്ല. തോളിലും എല്ലാം ദേഹം ചതവായി പോയി. അന്നേരം ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഒന്ന് മയക്കം കഴിഞ്ഞപ്പോ ദേഹം മൊത്തം നീരായി. എനിക്ക് അനങ്ങാൻ പറ്റില്ല. ജീവനോട് കിട്ടിയത് തന്നെ വലിയ കാര്യമല്ലേ? കാറിന്റെ അടിയിലായി പോയ ആളാണ് നിൽക്കുന്നത്. ഇന്നോവ ഒന്ന് ഇടിച്ചു എന്ന് പറയണ വലിയ കാര്യമോ? അല്ല, അതിനുശേഷം ചേച്ചിക്ക് ദേഹത്ത് മുഴുവൻ വേദനയായിരുന്നു. 2 മാസം റെസ്റ്റ് എടുത്തിട്ടും ആ വേദന പോയില്ല. കഴിഞ്ഞ മിറക്കിൾ സൺഡേക്കാണ് അന്ന് പ്രാർത്ഥിച്ചു, അന്നതോടുകൂടെ മാറിപ്പോയി. കോൾ സെന്ററിലേക്ക് വിളിക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ക്ലാസ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, പോണോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അന്ന് സൗഖ്യമായി. ഒന്ന് ചേർന്ന് കൈയടിച്ച് ഒരു ആമീൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മിറക്കിൾ സൺഡേക്ക് അന്ന് നടന്ന മീറ്റിംഗിന്റെ സാക്ഷ്യം ഇത് 10 ഉണ്ടെങ്കിൽ ഒരു 100 അന്ന് സംഭവിച്ചിട്ടുണ്ട്. 10 പേരെങ്കിലും വരത്തുള്ളൂ. അങ്ങനത്തെ സെറ്റപ്പ് അതാ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞു. 2 കാര്യം കൂടെ പറയാം. ഒന്ന് മുഴയുണ്ടായിരുന്നു. ബ്രദർ മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ഇവിടെ 2 മുഴയും പെട്ടെന്ന് ഞരമ്പുകളെല്ലാം വലിയുന്ന പോലെ തോന്നി. അത് മാറി. ചുണ്ടിന്റെ സൈഡില് 2 മുഴയുണ്ടായിരുന്നു. അത് 2 മാറിപ്പോയി. 2 മാറി. ഇവിടെ ഇല്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് ഒക്കത്തുള്ളൂ. യേശു ചെയ്തതിന് നന്ദി പറഞ്ഞു ഒക്കത്തുള്ളൂ. അത് എത്ര നാളുകൾക്ക് മുമ്പ് ചേച്ചിക്ക് ഉണ്ടായിരുന്നു? 2-3 വർഷമായി. 2-3 വർഷമായി ചുണ്ടിന്റെ സൈഡിൽ 2 തടിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മിറക്കിൾ സൺഡേക്ക് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശു ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്ന് പറഞ്ഞേ. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്ന് പറഞ്ഞേ. ഇന്നും വീര്യപ്രവർത്തികളെ ചെയ്യുന്നു എന്ന് പറഞ്ഞേ. ഇനി എന്താ പറയാനുള്ളത്? കോൾ സെന്ററിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് തൊട്ടടുത്ത റൂമുകളിൽ 2 മയക്കുമരുന്ന് കച്ചവടമായിരുന്നു. അത് ഞാൻ ഒരു 11:30 ആകുമ്പോൾ ഇവര് ശല്യം തുടങ്ങും. ഞാൻ ബൈബിളുമായിട്ട് ഇറങ്ങി ഇറയത്തിരുന്ന് ഇവരെല്ലാം തടയും. കർത്താവും ഞാനും മാത്രം. അങ്ങനെ യുദ്ധം ചെയ്ത് 2 കൂട്ടരെ അവിടുന്ന് മാറ്റി തന്നു. കർത്താവിനെ സ്തോത്രം ചെയ്ത്. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്നാണ്. ചിലത് പിടിച്ചു മേടിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. ആമേൻ. കർത്താവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയാം. അവൻ്റെ കൈയായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായായി അവൻ നമ്മളെ ഉപയോഗിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിലായിരിക്കുന്ന ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, അല്ല വീട്ടിൽ സമാധാനമില്ലാത്ത സ്ഥിതിയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ കാൽവറി ക്രൂശിൽ അതിനൊരു പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ അതിനെ ഏൽപ്പിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനുകളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഒരു ഉയർച്ചയില്ല എന്ന് പറയുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, ആവശ്യ കാര്യങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, കർത്താവെ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഞെരുക്കം കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ കർത്താവെ. അപ്പോൾ അതോടൊപ്പം വീട്ടിൽ അസമാധാനം കൊണ്ടുവരുന്ന
വരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും നീങ്ങിപ്പോകണം അപ്പാ. കർത്താവെ, അസ്വസ്ഥത ഈ വീടുകളിൽ ചലിക്കണം അപ്പാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു സമാധാനപുത്രൻ ആ വീട്ടിലുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം അവിടെ വസിക്കുമെന്ന്. ഇവർ കർത്താവിനെ അറിഞ്ഞിരിക്കുകൊണ്ട് ഇരുട്ടിന് ആ വീട്ടിൽ കാര്യമില്ലപ്പാ. കർത്താവെ, ഇരുട്ടിന് ആ വീട്ടിൽ കാര്യമില്ല. അതിനു പകരം ദൈവത്തിൻ്റെ സമാധാനം ആ വീട്ടിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ ആ മക്കളെക്കുറിച്ച് ഭാരത്തോടായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി എന്തായിത്തീരും? അയ്യോ എൻ്റെ ദൈവമേ, നിൻ്റെ കൃപ ചലിക്കണമേ എന്ന് പറയുന്ന കർത്താവെ, കരയുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭാരം മാറിപ്പോകണം. ക്രിസ്തുവിലുള്ളൊരു സമാധാനം, സ്വസ്ഥത അവരനുഭവിക്കണം അപ്പാ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ അനുഗ്രഹത്തോടായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.